അറിഞ്ഞിരിക്കണം. നമ്മളെ സൂറത്തുകൾ പഠിക്കുന്ന സൂറത്തിന്റെ പേരറിഞ്ഞിരിക്കേ. പരിശുദ്ധ ഖുർആനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഓരോ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഓരോ പേജുകൾ അറിഞ്ഞിരിക്കണം, ഓരോ വരികൾ അറിഞ്ഞിരിക്കണം, ഓരോ അക്ഷരങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ 5 സൂറത്തിന്റെ പേര് നമ്മൾ പഠിച്ചു. അൽ ഫാത്തിഹ, അൽ ബഖറ, ആലി ഇമ്രാൻ, അൻ-നിസാ, അൽ മാഇദ. ഇനി ഇതിന്റെയൊക്കെ സൂറത്തുകൾ എത്ര ആയത്തുകളുണ്ടെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ സൂറത്ത് എത്ര? 7. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 7 ആയത്ത്. രണ്ടാമത്തെ സൂറത്തിൽ എത്ര ആയത്തുണ്ട്? 286 ആയത്തുണ്ട്. എത്ര? 286. ഇത് എത്രയാണ്? 7. ഇതില് 286. ആലി ഇമ്രാന് 200 ആയത്തുണ്ട്. എത്ര? 200 ആയത്ത്. അൻ-നിസാഇന് 176 ആയത്തുണ്ട്. 176. മാഇദക്ക് 120 ആയത്ത്. എത്ര ആയത്താ? 120. കണ്ടോ? ആയത്തുകളുടെ എണ്ണം പഠിച്ചു എത്ര ആയത്തുണ്ടെന്ന് അല്ലേ? നമ്മൾ ചില ദുആകൾ പറയുമ്പോൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഒരു ദുആ ഉണ്ട്. അപ്പൊ ഈ ആയത്തുകളുടെ എണ്ണം കൂടെ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട് നമ്മുടെ നിസ്കാരത്തിൽ. ആ ദുആ നമ്മൾ 2 കൈയും ഉയർത്തിക്കൊണ്ടാണ് ദുആ ചെയ്യുന്നത്. ഏതാണ്? സുബഹിയുടെ കുനൂത്ത് അല്ലേ? സുബഹിയുടെ കുനൂത്തിൽ നമ്മൾ 5 കാര്യങ്ങൾക്ക് ആമീൻ പറയും. 5 കാര്യങ്ങൾക്ക് എന്ത് പറയും? ആമീൻ പറയും. ഒന്നാമത് പറയുന്ന അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത. അതായത് നമ്മളെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നാ പറയുന്നത്. ഹിദായത്ത് കിട്ടുക എന്ന് പറയുന്നത്, ഹിദായത്ത് കിട്ടിയവരും എന്താവത്തുള്ളൂ? ഹിദായത്ത് ഉള്ളവരും ഹിദായത്ത് കിട്ടിയവരും കാണും, കിട്ടാത്തവരും കാണും. ഹിദായത്ത് കിട്ടിയവരുണ്ട്, ഹിദായത്ത് കിട്ടിയിട്ട് നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പൊ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്താണ്? ഹിദായത്ത് കിട്ടിയവര് നമ്മളാരാണ്? ജനിച്ചപ്പോഴേ ഹിദായത്ത് കിട്ടിയവരാ. ഈ ഹിദായത്തിലൂടെ ജീവിക്കുന്നത്, ഈ ഹിദായത്തിലൂടെ മരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ 4 രീതിയിലാണ് മരണം അല്ലേ? ചിലർക്ക് ഹിദായത്ത് കിട്ടി, ഹിദായത്തിലൂടെ ജീവിച്ചവരാ, പക്ഷേ ഹിദായത്ത് നഷ്ടപ്പെട്ട് കാഫിറായും പോകുന്നു, അവിശ്വാസിയായി മരിക്കുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എത്ര മരണമായി? 2. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് കിട്ടാത്തവരാണ്. ഹിദായത്ത് കിട്ടിയിട്ടില്ല, അവർ ഹിദായത്ത് കിട്ടാതെ ജീവിച്ചു, അത് ഹിദായത്ത് കിട്ടാതെ മരണപ്പെട്ടു. അപ്പൊ എത്രയായി? 3 ആയി. നാലാമത്തെ എന്ന് പറയാൻ ഹിദായത്ത് കിട്ടിയിട്ടില്ല, ഹിദായത്ത് കിട്ടാതെ ജീവിച്ചത്, പക്ഷെ അവരുടെ മരണത്തോടെടുത്തപ്പോ എന്ത് കിട്ടി? ഹിദായത്ത് കിട്ടി. അപ്പൊ എത്ര മരണമായി? 4. അപ്പം ആ ആദ്യത്തെ പദത്തിലെ കുനൂത്തിലെ ആദ്യത്തെ ആ പദത്തിന്റെ പവർ ഒന്ന് ആലോചിച്ചു നോക്കെ. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത. പഠിച്ചവനെ, നീ ഹിദായത്ത് നൽകിയവരോടൊപ്പം എനിക്കൊന്ന് ഹിദായത്ത് നൽകണേ. അല്ലാഹുമ്മ ഹദിന എന്ന് പറഞ്ഞ ബഹുവചനമായി. നമ്മുടെ ഉസ്താദ് ഇമാം നിൽക്കുന്ന ആള് അല്ലാഹുമ്മ ഹദിന ഫീമൻ ഹദൈത എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ആമീൻ പറയണം. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, ദ്വാരക്കുന്ന ആൾക്കും ആമീൻ പറയുന്ന ആൾക്കും ഒരേ പദവിയാ, ഒരേ ഉത്തരവാദിത്വം. മൂസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു, ഹാറൂൻ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ആമീൻ പറഞ്ഞു അല്ലേ? അപ്പൊ ദുആയ്ക്ക് നമുക്ക് കൂട്ടുപ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ? ഫാത്തിഹ തന്നെ എന്താ പറഞ്ഞത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ല, ഇഹ്ദിനി എന്നല്ല അവിടെ പറഞ്ഞത്, ഇഹ്ദിന എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഫാത്തിഹയിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ അവസാനം ആമീൻ പറയുന്നു. ആമീൻ പറയേണ്ട 2 ദുആ ഉണ്ട് പ്രത്യേകിച്ച്. ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയേണ്ട 2 സൂറത്ത് ഏതൊക്കെയാ? ഒന്ന് ഫാത്തിഹ. ഒന്ന് ഏതാണെന്നറിയാവോ? 2ാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയില് ആമനർ റസൂൽ ഓതിക്കഴിഞ്ഞാൽ എന്ത് പറയണം? വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയണം നമ്മള്? ആമീൻ. ഇപ്പൊ 2 ആമീൻ പറയേണ്ട കാര്യങ്ങളുണ്ടെന്ന് ഇപ്പൊ പഠിച്ചില്ലേ നമ്മള്? ഒന്ന് മാത്രമല്ല, ഒന്നുകൂടി. അപ്പൊ എന്താണ് അത്? ആമീൻ പറഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അപ്പൊ 2 ആമീൻ പറയണമെന്ന് അല്ലേ? ഇനി 2ാമത്തെ ദുആ ഇതിന്റെ കുനൂത്തിൽ പറയുന്നത് നമുക്ക് ഒഴിവാക്കാനൊക്കാത്തൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ വഅഫിനി ഫീമൻ ആഫൈത, വഅഫിനാ ഫീമൻ ആഫൈത. അവിടെയൊക്കെ പറയുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ട് മുൻഗാമികളുമായിട്ട്. ഹിദായത്തിന്റെ കാര്യം നമ്മൾ പറയും, ഒരു കണക്ഷൻ പറഞ്ഞു.
അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈത എന്ന് പറയുന്ന നീ ഹിദായത്ത് നൽകിയവരോടൊപ്പം ഞങ്ങൾക്ക് എന്ത് നൽകണം? ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണേന്ന്. അതാ ഞങ്ങൾക്ക് മാത്രം ഹിദായത്ത് നൽകണമെന്നല്ല, നീ അത് ഫാത്തിഹയിലും അത് തന്നെ പഠിപ്പിച്ച സിറാത്തല്ലദീന അൻഅംത, നീ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് നിന്റെ പൊരുത്തത്തിലായി മരണപ്പെട്ട മുൻഗാമികൾക്ക് നൽകിയ ആ ഹിദായത്ത് ഞങ്ങൾക്ക് നൽകണത്. ഞങ്ങൾക്ക് സ്പെഷ്യൽ ഹിദായത്ത് നൽകണമെന്നല്ല അവിടെ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് കുറെ ആൾക്കാരുണ്ട് സ്പെഷ്യലി ചോദിച്ചു നടക്കുന്നത്. അങ്ങനല്ല, നമുക്ക് അവരൊക്കെ മണ്ടന്മാരാണ്, നമ്മളാ മിടുക്കന്മാർ. അങ്ങനല്ല. അല്ലാഹു തആല പഠിപ്പിച്ചത് എന്താ? മുൻഗാമികൾക്ക് നൽകിയതൊക്കെ നമുക്ക് നൽകണേന്നാ പറയുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പം വാഫിനി ഫീമൻ അഫൈത, വാഫിനി ഫീമൻ അഫൈത, ഞങ്ങൾക്ക് നീ ആഫിയത്തും സിഹത്തും സലാമത്തൊക്കെ നൽകണം. നീ നിന്റെ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങൾ കൊടുക്കുന്ന ആ ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണം. പിന്നെ പറയുന്നതാ വാഫിനി വല്ലനി ഫീമൻ തവല്ലൈത, ഞങ്ങളുടെ സംരക്ഷണം നീ ഏറ്റെടുക്കണം, എന്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണം. നീ സംരക്ഷണം ഏറ്റെടുക്കുന്ന നിന്റെ സജ്ജനങ്ങൾ കൊടുക്കുന്ന സംരക്ഷണം എനിക്ക് നൽകണം. അർത്ഥം എന്താ? ഭാരിക്കലി ഇമാഴത്തേത്ത, പടച്ചോനെ തന്നതിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണു. തന്നതിലൊക്കെ കുറഞ്ഞ വരുമാനം, കുറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ബർക്കത്താ. ലക്ഷങ്ങളും കോടികളൊന്നും വരാനില്ല, പക്ഷെ കുറഞ്ഞ വരുമാനങ്ങളുണ്ട്. അവന്റെ വീട്ടിൽ എന്നും പെരുന്നാളാ, എന്നും സന്തോഷമാണ്. നമുക്ക് വർഷത്തിൽ 2 പെരുന്നാളാണ് ഉള്ളത്, അതല്ല ഇത് 360 ദിവസം പെരുന്നാളും സന്തോഷമാ. എന്തുവാ? എന്തുകൊണ്ട്? ബർക്കത്തുണ്ടായിരുന്നു. അടുത്ത ദുആണ് വളരെ ഗൗരവമുള്ള ദുആ, ഒരു മനുഷ്യൻ ഒഴിവാക്കാനൊക്കാത്ത വളരെ പ്രധാനപ്പെട്ട ദുആണ്. എന്താണ്? വഖിനി ശർറ മാ ഖളൈത, അല്ലാഹ് വിധിച്ച ഷർറിനെ തൊട്ട് കാക്കണേന്ന്. അല്ലാഹ് വിധിച്ച ഷർറ എന്ന് പറയുന്നത് അല്ലാഹു തആല വിധിച്ചത് ഒരാണ്ടുകിട വെട്ടാതെ എന്താവും അത് സംഭവിച്ചിട്ട്. ഉദാഹരണം പറയാണ്, പാമ്പ് കടിക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചു, പക്ഷേ അത് ഉറുമ്പ് കടിയായി മാറി. ഉദാഹരണം പറഞ്ഞാൽ വലിയൊരു അപകടം വരേണ്ടതാ, പക്ഷെ എന്തായി മാറി? വളരെ ലളിതമായി അതങ്ങ് സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ മല പോലെ വരുന്നത് മഞ്ഞ് പോലെ ആയെന്ന് പറയത്തില്ല, നമ്മുടെ പഴഞ്ചൊല്ല് പറയത്തില്ല, എന്നതുപോലെ എന്തായി? വലിയ അപകടം വരേണ്ടത് ചെറുതായി. എന്തുകൊണ്ടാണ്? അതൊക്കെ 3 കാര്യങ്ങൾ കൊണ്ടെന്നാ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. 3 കാര്യങ്ങളിൽ വലിയ അപകടങ്ങളെ അല്ലാഹു തആല തട്ടുമാറ്റുമെന്ന്. ഏത് വലിയ മുസീബത്തിനെയും, ഏത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ കാര്യങ്ങളുണ്ട്, അതിലല്ല. അലംഘനീയമായ കാര്യങ്ങൾ ദുആ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. പടച്ചവനെ എന്നെ ഒരിക്കലും നീ വരിപ്പിക്കല്ലേ എന്ന് പറയാനൊന്നും ഒക്കത്തില്ല. അയ്യോ എനിക്ക് ഒരു അസുഖവും തരല്ലേ എന്ന് പറയാനൊക്കത്തില്ല. നമുക്ക് അവിടെയൊക്കെ ദുആ ചെയ്യാൻ പറ്റുന്ന എന്താണ്? അപകടങ്ങളെ തൊട്ടും മറ്റുള്ള മുസീബത്തുകളൊക്കെ തൊട്ടുണ്ടാകാനൊക്കാത്ത വിപത്തുകളെ തൊട്ടൊക്കെ അല്ലാഹു നീ കാക്കണേന്ന് ദുആ ചെയ്യാം. അപ്പം വരാനുള്ള വിപത്തിനെ തടയുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന് അസ്സദഖത്തു റദ്ദുൽ ബല, സദഖ ചെയ്തോ അന്നത്തെ അപകടത്തിൽ രക്ഷപ്പെടാം. മനസ്സിലായോ? ദുആ ചെയ്താലോ അതിൽ നിന്നും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാം. ദുആ ചെയ്യിപ്പിക്കട്ടെ. നമ്മൾ പണ്ഡിതന്മാരെ കൊണ്ട്, ആലിമീങ്ങളെ ഉസ്താദന്മാരെ കൊണ്ടും, വീട്ടുകാരെ കൊണ്ടും, നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടും, മറ്റുള്ളവരൊക്കെ സജ്ജനങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. നമ്മൾ സ്വന്തം ദുആ ചെയ്യുന്നു. ഇതുകൊണ്ടൊക്കെ എന്ത് വരാനുള്ള വിപത്തിനെ തടയാൻ പറ്റും. കൊണ്ട് ചില സൽക്കർമ്മങ്ങൾ, ഉദാഹരണം പറഞ്ഞ ഒരു സലാം പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഏറ്റവും ബഹുമാനീയമായ മലക്കുകളാണ് 4 മലക്കുകൾ അല്ലേ? അതിലൊരാളുടെ പേരെന്താ? അസ്രായിൽ മലക്ക്. നമുക്കറിയാവുന്ന മലക്ക് പേര്. ഈ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ദാവൂദ് അലൈഹി സ്വലാം സംസാരിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ആ വഴി നടന്നുപോയി. ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ് ആ മനുഷ്യന് ഒരു 6 ദിവസം കഴിഞ്ഞാൽ മരിക്കുന്നു. എത്ര ദിവസം? 6. പക്ഷേ 6 അല്ല 60 അല്ല വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുവാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല? മരണപ്പെട്ടിട്ടില്ല. അപ്പം ഈ ദാവൂദ് നബി സ്വലാം അത്ഭുതമായി. കാരണം അസ്രായിലിന്റെ ലിസ്റ്റിലുള്ളതാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. അപ്പൊ ചോദിച്ചു എന്തുകൊണ്ടത്? അപ്പൊ മലക്കുകളും പ്രവാചകന്മാരുമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ മനുഷ്യൻ ഈ സദസ്സിൽ നിന്ന് പോയി. ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല മരിക്കുമെന്ന്, പക്ഷേ ഒരു സൽക്കർമ്മം ചെയ്തു. അല്ലാഹു തആല അത് കാരണമായിട്ട് 20 വർഷം കൊണ്ട് എന്ത് ചെയ്ത്? നീട്ടിക്കൊടുത്തു. എന്താണ്? തൻ്റെ പിണങ്ങിയിരുന്ന സഹോദരനുമായിട്ട് ഇണങ്ങി കുടുംബബന്ധം ചേർത്തപ്പം അല്ലാഹു തആല എന്ത് ചെയ്തു? കുടുംബബന്ധം ചേർത്താൽ എന്ത് ചെയ്തു? ആയുസ് നീട്ടി കൊടുക്കും. അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത വരും. ഇതൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ബൈത്താണ്, ഒരു ദുആ ആണ്. ആ ദുആയിലേക്ക് നമുക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്.